Dear students, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 5th മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഓഫ് അസേർട്ടൈനിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്നതിനുള്ള കണക്കാക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്, ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. Standard cost is a predetermined cost for evaluating the actual performance. ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രീഡിറ്റർമിൻ കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇറ്റ്സ് എ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള എക്സ്പെക്റ്റഡ് കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. When standard cost is used for the purpose of cost control, it is known as standard costing. Standard കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് അസേർട്ടൈൻമെൻറ്റ്. കോസ്റ്റ് കണക്കാക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോളിനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അക്കോർഡിംഗ് ടു CIMA ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് വിച്ച് യൂസസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്റ്റ് ആൻഡ് റവന്യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസിലൂടെ കോസ്റ്റ് ആൻഡ് റവന്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വേരിയൻസ് അനാലിസിസിലൂടെ കോസ്റ്റ് ആൻഡ് റവന്യൂ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. Here in standard costing, actual cost are compared with standard cost. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്യാണ്. എങ്ങനെ ആക്ച്വൽ കോസ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് വേരിയൻസ്. അതായത് ആക്ച്വൽ കോസ്റ്റിൻ്റെയും പ്രീഡിറ്റർമിൻ കോസ്റ്റിൻ്റെയും ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഫസ്റ്റ് ഫീച്ചറാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ വേരിയസ് എലമെൻറ്റ്സിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റിൻ്റെ വേരിയസ് എലമെൻറ്റ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് ഇതിനെല്ലാം മുൻകൂട്ടിയുള്ള അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് ഫീച്ചറാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് ഫീച്ചറാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ വേരിയൻസ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഈ വേരിയൻസ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീച്ചറാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സാധാരണയായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ഫസ്റ്റ് ഡിഫറൻസ്, ബജറ്ററി കൺട്രോളിൽ സാധാരണയായിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ്. ബജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ്. ബട്ട് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ എസ്റ്റിമേറ്റ്. ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സിൻ്റെ ബേസിസിലാണ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ആണ് ബജറ്റ് കൺസിഡർ ബോത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബജറ്റ് ഇൻകവും എക്സ്പെൻഡിച്ചേഴ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചേഴ്സിന് മാത്രമാണ്. ഇവിടെ എക്സ്പെൻഡിച്ചർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. തേർഡ് ഡിഫറൻസ് ആണ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോളിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേരിയൻസസ് ആർ അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേരിയൻസ് അനലൈസ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ബജറ്ററി കൺട്രോൾ ടെക്നിക് ഇസ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്. എല്ലാ രീതിയിലുള്ള ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബജറ്ററി കൺട്രോൾ ആപ്ലിക്കബിൾ ആണ്. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ളത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിന് മാത്രമാണ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ബജറ്റ് പ്രോജക്ട്സ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്. ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിനെയാണ്. These are the differences between standard costing and budgetary control. Next, steps in standard costing. Standard costing stages ആണ്. First step, establishment of cost centers.
കോസ്റ്റ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലൊക്കേഷൻ ഓർ പേഴ്സൺ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഐറ്റം ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസേർട്ടൈൻഡ്. കോസ്റ്റ് കണക്കാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം, അതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഏത് ലൊക്കേഷനിലേക്കാണോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഐറ്റത്തിലേക്കാണോ കോസ്റ്റ് കണക്കാക്കുന്നത് അതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യുക, കോഡ്സ് കൊടുക്കുക, കോഡിഫിക്കേഷൻ ചെയ്യുക. ഇത് കോസ്റ്റ് ഇൻഫോർമേഷൻസ് പെട്ടെന്ന് കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. തേർഡ് സ്റ്റേജ് ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ഇനി യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് കണക്കാക്കുക. നെക്സ്റ്റ് സ്റ്റേജ് കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് വേരിയൻസസ് അനലൈസ് ചെയ്യുക. അതായത് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീഡിറ്റർമിൻ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ്, ആ വേരിയൻസസ് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് വേരിയൻസസ്. ഈ വന്നിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വേരിയൻസസ് റിപ്പോർട്ട് ചെയ്യുക. മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഏതാണോ അതോറിറ്റി അവർക്ക് ഈ ഡിഫറൻസ് അല്ലെങ്കിൽ വേരിയൻസ് റിപ്പോർട്ട് ചെയ്യുക. ദീസ് ആർ ദി സ്റ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ഇത് കോസ്റ്റ് കൺട്രോളിനുള്ളൊരു ടൂളാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ടൂളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ്സ് എ യാർഡ് സ്റ്റിക്ക് ഫോർ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു യാർഡ് സ്റ്റിക്കാണ് അല്ലെങ്കിൽ ഒരു അളവുകോലാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. തേർഡ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ്സ് ഇൻ റിഡക്ഷൻ ഇൻ വേസ്റ്റേജ് ആൻഡ് ലോസസ് ആൻഡ് വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ബജറ്റിങ്ങിനും പ്ലാനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. ആൻഡ് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ മാനുഫാക്ചറേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്, കോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫ് ആവശ്യമാണ്. അപ്പോൾ ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ് എന്നുള്ളത് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഇസ് അൺസ്യൂട്ടബിൾ ടു നോൺ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ്. സാധാരണയായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ടു നോൺ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മാനേജ്മെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലായ്മ. These are the disadvantages of standard costing.